നോക്കൂ നിങ്ങൾ, നമുക്കറിയാം ഒരു സമയത്ത് വളരെ മോശമായി കുട്ടികളൊക്കെ അഡിക്റ്റ് ആയിരുന്ന ഒരു വ്യക്തിയായിരുന്നു നിഹാദ് എന്ന് പറയുന്ന, തൊപ്പി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ. ഇന്നും സോഷ്യൽ മീഡിയ എടുത്താൽ മാധ്യമങ്ങളിൽ ചർച്ചയായി കിടക്കുന്ന ഒരു മനുഷ്യനായ ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം. അദ്ദേഹത്തെ വ്യക്തിപരമായിട്ടുള്ള വിയോജിപ്പൊന്നും കാര്യമില്ല, പക്ഷേ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ ചില വിയോജിപ്പുകളുണ്ട്, സംസാരത്തിൽ ചില വിയോജിപ്പുകൾ പ്രകടിപ്പിക്കേണ്ടി വരുന്നുണ്ട്. കാരണം വളരെ മോശമായ രൂപത്തിൽ അദ്ദേഹം പ്രചരിപ്പിച്ചിരുന്നു പല സംഭവങ്ങളും. അദ്ദേഹം ലൈവ് ചെയ്യാൻ, അതിലൂടെ ഒരുപാട് കുട്ടികൾ അദ്ദേഹത്തിന്റെ ലൈവ് കണ്ടിട്ട് അതിലേക്ക് വരിക, എന്നിട്ട് അവർ ചെയ്യുന്നത് പോലെ അവരുടെ കാര്യങ്ങളിലേക്ക് അവർ വരുന്നുണ്ടെന്ന് പറയുമ്പോഴേക്ക് അങ്ങോട്ട് ഓടിക്കെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അദ്ദേഹത്തിന്റെ ലൈവിന് അഡിക്റ്റായി നിൽക്കുന്ന ഒരുപാട് കുട്ടികൾ. പിന്നീട് അദ്ദേഹം ഒരു നല്ല രൂപത്തിലേക്ക് വന്നു. പക്ഷേ എത്ര നല്ല രൂപത്തിലേക്ക് വന്നാലും ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ, സംസാരങ്ങൾ, പ്രതികരണങ്ങളൊക്കെ വളരെ മോശമായി വന്നിരിക്കുകയാണ്. പക്ഷേ വളരെ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഓരോ കാര്യങ്ങൾ ചിലപ്പോൾ യൂട്യൂബ് ചാനൽ കൊണ്ടും അതിന്റെ ലൈവും കൊണ്ടായിരിക്കും അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുക. പക്ഷെ ഇന്നത് അത് പൂട്ടിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു ചാനല് അദ്ദേഹം ഇനി ഉപയോഗിക്കാൻ പാടില്ല എന്ന രൂപത്തിലേക്ക് നമ്മുടെ ഗവൺമെന്റ് സീൽ വെക്കപ്പെട്ടിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ഒരു പരാമർശം നടത്തിയപ്പോൾ അവരൊരു ഗ്യാങ് ഉണ്ടായിരുന്നു, ആ ഗ്യാങ് തെറ്റിപ്പിരിഞ്ഞു പോയി. പിന്നീട് ആ ഗ്യാങ്ങിലേക്ക് ആരെയും പിന്നെ പല പ്രശ്നങ്ങളായി അവസാനം അത് പല വോയിസുകളും കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ആ പുറത്തു വന്ന നിലയ്ക്ക് ആ ഒരു ചെറുപ്പക്കാരന്റെ ആ ഒരു ചാനൽ അത് പൂട്ടിപ്പോയിരിക്കുകയാണ്. അത് ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിലേക്കായിരിക്കുകയാണ്. മനസ്സിലാക്കണം, ഇങ്ങനെ വിദ്വേഷങ്ങളും കാര്യങ്ങളും സോഷ്യൽ മീഡിയകളിലൂടെ പരത്തി പറയുന്ന ആളുകൾ കോടതി രാഹുൽ ഈശ്വറുമായിട്ട് അവിടുന്ന് പിന്നെ സംവാദം നടത്തിയപ്പോൾ അദ്ദേഹം വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകള് അവിടെ നിന്ന് പല ആയത്തുകളും എടുത്തു കളയാൻ കോടതിയുടെ ഉത്തരവുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കോടതി പിഴ കൊടുത്തതുപോലെ ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ പിഴ കൊടുത്തിട്ടും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അവിടൊക്കെ വിദ്വേഷം പരത്തുന്ന, മതപരമായിട്ടുള്ള വിദ്വേഷങ്ങൾ പരത്തുന്ന രൂപത്തിലുള്ള ആശയാദർശങ്ങൾ പ്രചരിപ്പിക്കുന്നത് കൊണ്ട് ഇങ്ങനത്തെ ആളുകളൊക്കെ സത്യം പറഞ്ഞാൽ സമൂഹത്തിൽ നിന്ന് നീക്കം ചെയ്യേണ്ട അവസ്ഥയാണ്. അവർക്കൊക്കെ അവിടുന്ന് പിന്നെ അവരുടെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമുകൾ അവർക്കുണ്ടെങ്കിൽ അത് സമൂഹം തിരിച്ചറിഞ്ഞിട്ട് അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയണം. നമ്മുടെ സമൂഹത്തിലേക്ക് ഇങ്ങനത്തെ വിദ്വേഷങ്ങളാണ് വരുത്തേണ്ടത്. വരുന്ന ജനതയ്ക്ക്, ഒരു തലമുറയ്ക്ക്, വളർന്നു വരുന്ന തലമുറയ്ക്ക് നന്മയുള്ള കാര്യങ്ങളല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത്. അതിന്റെ കൂടെ ഇങ്ങനത്തെ വിദ്വേഷ കഥകൾ പറഞ്ഞിട്ട് നമ്മുടെ മക്കളൊക്കെ വളരെ മോശമാക്കുന്ന രൂപത്തിലേക്ക് എത്തിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ കുട്ടികളുടെ കൈവെള്ളയിലേക്ക് എത്തപ്പെടുകയാണ്. നമ്മൾ മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കും, അവരെന്ത് കാണുന്നു, എന്ത് ചെയ്യുന്നു, എന്ത് ചിന്തിക്കുന്നു, നമുക്കതൊന്നും പറയാൻ കഴിയുന്നില്ല. അല്ലാഹു തആല നമ്മുടെ മക്കളൊക്കെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ കുട്ടികളുടെ വിഷയത്തിൽ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മയും നമ്മുടെ മക്കളെ നന്മയുള്ളവരിൽ അല്ലാഹു തആല പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.